ലഹരി ഉപയോഗത്തിനായി വേദന സംഹാരി ഗുളികകൾ കച്ചവടം നടത്തുന്ന സംഘത്തിലെ പ്രധാനി കൊല്ലത്ത് പിടിയിൽ. മുണ്ടക്കൽ സ്വദേശി രാജീവനെ എക്സൈസ് ആണ് പിടികൂടിയത്. വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചാണ് സംഘത്തിന്റെ ഗുളിക കച്ചവടമെന്ന് എക്സൈസ് കണ്ടെത്തി. തുടർച്ചയായ ദിവസങ്ങളിൽ വൻതോതിലുള്ള ലഹരിവേട്ടയാണ് എക്സൈസ് സംഘം കൊല്ലത്ത് നടത്തുന്നത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് വേദന സംഹാരി ഗുളികകളും സിറിഞ്ചുകളും രാജീവിന്റെ പക്കൽ നിന്നും പിടിച്ചെടുത്തത്. ക്യാൻസറിന് വേദന സംഹാരി ഉപയോഗിക്കുന്ന ടൈഡോൾ, നെട്രാസെപ്പം എന്നിവയാണ് കണ്ടെത്തിയ ഗുളികകൾ. വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് വാട്സാപ്പിലൂടെയായിരുന്നു കച്ചവടം. ഇയാളെ പിടിച്ചു നിർത്തിയപ്പോൾ തന്നെ ഇയാളെ ഫോണിൽ തന്നെ ഒത്തിരി കോൾ വരുന്നുണ്ട്. അതായത് മിനിറ്റ് വെച്ചാണ് കോൾ വരുന്നത്. അപ്പോൾ എത്രത്തോളം കുട്ടികൾ യൂസ് ചെയ്യുന്നു എന്നുള്ളതിന് തെളിവാണത്. അപ്പോൾ നമ്മൾ ബീച്ച് ഏരിയയിലൊക്കെ പോകുന്ന സമയത്ത് ഒത്തിരി പിള്ളേരുടെ കയ്യിലൊക്കെ ഇത് കാണാറുണ്ട് ഇതിൻ്റെ പാട്. അപ്പോൾ തുടർന്നുള്ള അന്വേഷണത്തിൽ എന്തായാലും ഇയാൾക്ക് കൊണ്ടുവന്നവരായാലും അയാളെ നമ്മൾ ഈ കേസിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഹൈദരാബാദ്, ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ നിന്നും തുച്ഛമായ വിലയ്ക്ക് എത്തിക്കുന്ന ഗുളികകൾ വലിയ തുകയ്ക്കായിരുന്നു വിൽപ്പന. ടാബ്ലറ്റുകൾ വെള്ളത്തിൽ കലക്കി സിറിഞ്ചിൽ നിറച്ച് ശരീരത്തിൽ കുത്തിവെച്ച് ഉപയോഗിക്കുന്നതാണ് രീതിയെന്ന് പ്രതി എക്സൈസിനോട് പറഞ്ഞു. രാജീവിന്റെ കൂട്ടാളികളെ കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് എക്സൈസ് സംഘം. മീഡിയ 1, കൊല്ലം.